ചേമ്പില തെറുത്ത് കെട്ടി തോരൻ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയോളെ, നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പയുടെ കൂടെയും കഴിക്കാൻ പറ്റും. മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നാടൻ കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പല ടൈപ്പ് ചേമ്പിൻ്റെ ഇലയുണ്ടല്ലോ, അപ്പോൾ ചൊറിയില്ലാത്ത ഏത് ചേമ്പിൻ്റെ ഇലയായാലും അത് എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശീമച്ചേമ്പിൻ്റെ ഇലയാണ്. സാധാരണ വെളിഞ്ചേമ്പ് അല്ലെങ്കിൽ ചീരച്ചേമ്പ് എന്നൊക്കെ പറയുന്ന ആ ചേമ്പിൻ്റെ ഇല വെച്ചിട്ടാണ് ഇതുണ്ടാക്കാറ്. ഇല എടുക്കുമ്പോൾ മൂക്കാത്ത ഇല നോക്കി എടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂക്കാത്ത ഇല നോക്കിയാണ്. വലിയ ഇലയായതുകൊണ്ട് 2 ഇലയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇല ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മഴക്കാലം ആയതുകൊണ്ട് ഒന്നെങ്കിൽ എട്ടുകാലിയുടെ മുട്ടയോ അല്ലെ പുഴുക്കളുടെ മുട്ടയൊക്കെ ഉണ്ടാകും ഇതിൻ്റെ ഇലയുടെ പുറകെ വശത്ത്. അപ്പം നല്ലപോലെ അത് തൂത്ത് തുടച്ച് നോക്കി വേണം എടുക്കാനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇല വഴിയുള്ള ഈ ചെറിയ തണ്ടുകളുണ്ടല്ലോ, ഇതെല്ലാം കളയണം. ഫ്രഷ് ആയിട്ടുള്ള ഇല എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ മുറിച്ച് കെട്ടാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഇല പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് വെറുതെ മുറിച്ചതിന് ശേഷം പുറത്തൊന്ന് വെച്ചിരുന്നിട്ട് കെട്ടുകയാണെങ്കിൽ അതൊന്ന് വാടും. അന്നേരത്തേക്ക് ഇലയെന്ന് ആ ഫ്രഷ്നെസ് ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അതെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ കട്ടിയുള്ള സ്റ്റെമ്മെല്ലാം കത്തി കൊണ്ടൊന്ന് മുറിച്ച് കളയണേ. സ്റ്റെം കളയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കെട്ടുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാതിരിക്കാനാണ്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുത്താലും മതി. ഇതെടുക്കുമ്പോൾ കൈ ചൊറിയോ എന്നുള്ള പേടിയൊന്നും വേണ്ട, കൈ ചൊറിയില്ല. ഇല കീറി എടുക്കുമ്പം ഷേപ്പ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ളതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ചുരുട്ടി എടുത്തിട്ട് വേണം നമുക്ക് കെട്ടാനായിട്ട്. ഇലയുടെ നാരുകളെല്ലാം കളഞ്ഞത് ഞാൻ ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ചുരുട്ടി എടുക്കണം. ഇലയ്ക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തോണേ, കൈ കൊണ്ടൊന്ന് കീറി എടുത്താൽ മതി. ഇപ്പം ഞാനിത് ചുരുട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചുരുട്ടാം. നമ്മളൊന്നെങ്കിൽ ഇങ്ങനെ താഴെ വെച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇല്ല കൈക്കകത്തിട്ട് നമ്മൾ തിരിയൊക്കെ തെറുക്കുന്ന മാതിരി ഒന്ന് ചുരുട്ടിയാൽ മതി. ചുരുട്ടിയതിന് ശേഷം നമ്മൾ കയറൊക്കെ കെട്ടില്ലേ, അതെന്ന് പറഞ്ഞ പോലെ ഒരു കെട്ടിടുക. കെട്ട് അഴിഞ്ഞു പോകരുത്. നല്ല സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് വേണം അതിലേക്ക് കയറ്റി വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇല മുറിഞ്ഞു പോകും. ഉള്ളിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് ബലമായിട്ട് പിടിച്ച് വലിക്കരുത്. വളരെ പതുക്കെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം അത് കെട്ടാനായിട്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഈ ഇല മുഴുവൻ ഞാൻ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് ഒന്ന് കെട്ടിടുന്നുണ്ട്. നമ്മുടെ കൈ കൊണ്ട് തിരി തെറുക്കുന്ന മാതിരി തെറുത്തെടുത്താലും മതി. പണ്ട് കാലത്ത് അമ്മമാർ ചേമ്പിൻ്റെ ഇല ഇതുപോലെയായിരുന്നു തോരൻ വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഇത് കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴൊക്കെ ഇത് കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്ന സ്പെഷ്യൽ കറിയായി മാറിക്കഴിഞ്ഞു. പണ്ട് കാലത്ത് ഇതൊക്കെയായിരുന്നു ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും നല്ലതാണ്, കപ്പയുടെ കൂടെ സ്പെഷ്യലി കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. ഇപ്പം ഞാൻ ഈ ഇല മുഴുവൻ ഇവിടെ കെട്ടിട്ടെടുക്കുന്നുണ്ട്. ഇത്രയും കെട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ ഇല ഇങ്ങനെ അടർത്തിയെടുത്ത് കെട്ടിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പണി കഴിഞ്ഞ് ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ വരെ ചേർക്കാം. തേങ്ങ കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയെ ചേർത്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ചതച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി. ഇപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നായാൽ മതി. ഇനി നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ചേമ്പ് കെട്ടി വെച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ അരപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി 2 കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഈ ഒരു കറി നമുക്ക് 2 രീതിയിൽ വേണമെങ്കിലും വെക്കാം. ഒന്ന് ചാറോട് കൂടി വെക്കാം, ഒന്ന് വെള്ളം വറ്റിച്ച് പീര പോലെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം വറ്റിച്ചിട്ടാണ് വെക്കുന്നത്, തോരനായിട്ടാണ് വെക്കുന്നത്. അപ്പം ഇത് തവിയിട്ട് ഇളക്കരുത്, വെറുതെ ഒന്ന് ചട്ടി എടുത്ത് ചുറ്റിച്ച് വെക്കുകയോ ചെയ്യാവുള്ള, ഇല്ലെങ്കിൽ ആ കെട്ടെല്ലാം അഴിഞ്ഞു പോരും. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്തിട്ടുണ്ട്, വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നല്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇങ്ങെടുത്താൽ മതി. ഫ്ലെയിം ഓഫും ചെയ്യാം. നല്ല അടിപൊളി കറിയാണ്. ഇതുവരെ ഇതുണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയോ. ഇത് പറ്റിയ സമയമാണ്, മഴക്കാലമാണ്, കർക്കിടക മാസമാണ്, നല്ല ചേമ്പിൻ്റെ ഇല കിട്ടുന്ന സമയമാണിത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്